ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗോതമ്പൊടി വേണം. 1 കപ്പ് ഗോതമ്പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം. ഒരു 1/4 കപ്പോളം അരിപ്പൊടി കൂടി ചേർക്കാം. ഇതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അരിപ്പൊടിക്ക് പകരം മൈദ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. പക്ഷേ കുറച്ച് ടൈറ്റായിട്ട് വേണം കുഴയ്ക്കാനായിട്ട്, ഒരുപാടങ്ങ് സോഫ്റ്റ് ആക്കണ്ട. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും കുറച്ചൊരു ടൈറ്റായിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട വേണം. 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് മുട്ട വെച്ചിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ മുട്ട ഇല്ലാതെയും ഉണ്ടാക്കാം. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഇതുപോലെ ഒരു മുട്ട 6 ഇതേ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇത് ഇത്രയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രഷ് ഗ്രീൻ പീസാണ്, അതുകൊണ്ട് നേരിട്ട് തന്നെ ചേർക്കാം. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം, അതിന് ശേഷം ചേർത്താൽ മതി. ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതുകൂടാതെ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം അതുപോലെ ബീൻസൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. 1-2 സെക്കൻഡ് നേരത്തേക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാടങ്ങ് പൊടികളൊന്നും മൂക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതും കൂടി ചേർക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കണം. ഇനി മാവിൽ നിന്നും ചെറിയ ബോൾസാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയിട്ട് എടുത്താൽ മതി. ഇത്രയും വലുപ്പത്തിൽ ഇതേപോലെ റൗണ്ട് ബോൾസ് ആക്കി എടുക്കുക. ഇനി മസാല അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മസാല നമുക്ക് കയ്യിൽ ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇത്രയും മസാലയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതൊരു റൗണ്ട് ഷേപ്പിലാക്കാം. അതിനുശേഷം ഒന്ന് പരത്തിയെടുക്കണം. കയ്യിൽ തന്നെ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസ് ഇതിന് നടുക്കായിട്ട് വെച്ച് മുഴുവനായിട്ടും കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മസാല മാത്രം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ആക്കിയെടുത്താൽ മതി. മുട്ട വയ്ക്കാതെയും നമുക്ക് ഉണ്ടാക്കാം. മുട്ട വയ്ക്കുകയാണെങ്കിൽ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ എല്ലാം റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഈ ഒരു ഷേപ്പിലാക്കുക. അതിനുശേഷം റൗണ്ട് ഷേപ്പിലാക്കാതെ ഒരു മുട്ടയുടെ ഷേപ്പിൽ തന്നെ ആക്കിയ ശേഷം പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ ഇതുപോലെ പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആദ്യം ഈ 2 സൈഡും ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. 2 സൈഡിൽ നിന്നും ഇതേപോലെ മാവ് കവർ ചെയ്ത് കൊടുക്കുക. ഫില്ലിംഗ് ഒട്ടും തന്നെ പുറത്ത് കാണരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതേ രീതിയിൽ 2 സൈഡും കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വരഞ്ഞതിന് ശേഷം നമ്മളിത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമോ മൈദയുടെ പേസ്റ്റൊന്നും തൊട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിരുന്നോളും. അപ്പോൾ നല്ല ടൈറ്റായിട്ട്
റോൾ ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ടൈറ്റായിട്ട് ഇതേ രീതിയിൽ റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും, പുറത്തൊന്നും വരില്ല. കണ്ടില്ലേ, ഒരു ഭാഗത്തു നിന്നും ആ ഫില്ലിംഗ് ഒന്നും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. ഇതേ രീതിയിൽ വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നും ഇതേപോലെ തന്നെ സ്റ്റഫിംഗ് ഒക്കെ വെച്ചതിന് ശേഷം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒരുപാട് അങ്ങ് ചൂടാവരുത്, അത്യാവശ്യം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഒരുപാട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ ഒരു കുമള പോലെ വരും. അപ്പോൾ അത്യാവശ്യം ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ആദ്യം ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നീട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ആ ഒരു കുമ്പള പോലെയൊന്നും കാണില്ല. സാധാരണയായിട്ട് നമ്മൾ ഗോതമ്പൊടി വെച്ച് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഒരു കുമ്പള പോലെ കാണാറുണ്ട്. അപ്പോൾ എല്ലാ സൈഡും ഇതേ രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ കളറായിരിക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം, എന്നാലേ ഒരേപോലത്തെ കളറ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സോസിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. മുട്ട ചേർക്കാത്തവർക്ക് മുട്ട ഒഴിവാക്കിയിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്